ഹായ് ഹലോ നമസ്കാരം, ശ്രീജിത്താണ്. നമുക്കിന്നൊരു എഗ് ബുർജി ഉണ്ടാക്കിയാലോ. ആദ്യമായി പാനൊന്ന് അടുപ്പ് വെച്ച് ചൂടായ ശേഷം 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, നമ്മുടെ നാടൻ വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ ചെറുതായി കട്ട് ചെയ്ത ഇഞ്ചി ഇട്ട് കൊടുക്കുകയാണേ. പിന്നെ ചെറുതായി കട്ട് ചെയ്ത 2 പച്ചമുളക് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് ഒന്ന് വാടിക്കിട്ടുന്ന വരയ്ക്ക് നല്ലപോലെ ഒന്ന് ഇളക്കാം. ഓക്കെ, ചെറുതായി കട്ട് ചെയ്ത വലിയ സവാള ഒന്ന് ഇട്ട് കൊടുക്കുകയാണേ. ഒരുവിധം വെന്ത് വരുന്നത് വരയ്ക്ക് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ തുടർച്ചയായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. അധികം ബ്രൗൺ കളർ ആവണമെന്നില്ല, ജസ്റ്റ് ഒന്ന് വെന്താൽ മതിയാവും. ഓക്കെ, ഏകദേശം 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. പിന്നെ ചെറുതായി കട്ട് ചെയ്ത ഒരു തക്കാളി അതും കൂടി ഒന്ന് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഇങ്ങനെ ഇളക്കി നന്നായിട്ട് മിക്സ് ചെയ്യാം. അത് കുറച്ച് നേരം ഇങ്ങനെ ഇളക്കിയാൽ മതി. കുറച്ച് നേരം ഇങ്ങനെ ഇളക്കി അതൊന്ന് ഒരുവിധം ആകുന്ന സമയത്ത് അടിപിടിക്കരുത്. തീ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വയ്ക്കുക. ഓക്കെ, ഇതേപോലെ നല്ലപോലെ കുക്കാവുന്ന പോലെ. ഓക്കെ, ഇനി 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഓക്കെ, പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തേക്കാം. നമുക്ക് എരിവിന് ആവശ്യമുള്ള മുളക് പൊടി 1 ടീസ്പൂൺ മതിയാവും. പിന്നെ വേണ്ടത് ഗരം മസാലയാണ്. 1/2 ടീസ്പൂൺ ഗരം മസാല അതിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കുക. നല്ലപോലെ അടിപ്പിടിക്കാതെ നല്ലപോലെ കൊണ്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. തീ ലോ ഫ്ലെയിമിൽ അങ്ങനെ വെച്ച് നല്ലപോലെ ഇളക്കി നല്ലപോലെ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് എല്ലാ ഭാഗത്തേക്കും നല്ലപോലെ മിക്സ് ചെയ്ത് ഒന്ന് ഈ പച്ചമണം മാറുന്ന വരയ്ക്കൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. കൈയെടുക്കാതെ ഇങ്ങനെയൊന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ സംഭവം സെറ്റാണ്. മുട്ട ബുർജി എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം, പക്ഷേ ഇത് ഞാൻ എൻ്റെ രീതിക്ക് ഉണ്ടാക്കുന്ന ഒരു ടൈപ്പ് മുട്ട ബുർജിയാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കൊന്ന് വീഡിയോയിൽ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. പിന്നെ അടിച്ചു വെച്ചിരിക്കുന്ന 4 മുട്ട ബീറ്റ് ചെയ്തിട്ടുണ്ട്, അതങ്ങോട്ട് ഒഴിച്ച് കൊടുത്താൽ. ഓക്കെ, നല്ലപോലെ ഒരു ഹൈ ഫ്ലെയിം ഇട്ട് നല്ലപോലെ അങ്ങോട്ട് ഇളക്കി സൈഡിലെല്ലാവിടെയും ഒന്ന് ഇതാവുന്ന രീതിയിൽ പെട്ടെന്ന് അടിപ്പിടിക്കുന്നതുകൊണ്ട് നല്ലപോലെ ഒന്ന് ഇളക്കിക്കൊണ്ടേ കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. അതൊന്ന് തിക്കാകണ വരയ്ക്ക് ഇളക്കി അതൊന്ന് അടിപ്പിടിക്കാൻ നോക്കണേ. അതേപോലെ നല്ലപോലെ എല്ലാവിടെയും നന്നായിട്ട് പാനിൽ ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ നല്ലപോലെ ഇളക്കുക. കരിയാതിരിക്കാൻ നല്ലപോലെ ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ ഓക്കെ, സെറ്റാണ് സംഭവം. ഇങ്ങനത്തെ ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ, സംഭവം ഓക്കെ ആയി. ഓക്കെ, ഇനി കുറച്ച് കുരുമുളകും കൂടെ നമുക്ക് അതിൻ്റെ മേലെ കൂടെ ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ എല്ലാം ഓക്കെ ആയി. മുട്ട ബുർജി സെറ്റ്. ഓക്കെ, കുറച്ച് നന്നായിട്ടൊന്ന് അതിനിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഓക്കെ, നന്നായിട്ടൊന്ന് ഇളക്കി കഴിയുമ്പോൾ എല്ലായിടയ്ക്കും കുരുമുളകൊക്കെ നന്നായിട്ട് നല്ല രീതിയിൽ അത് പിടിച്ചോളും. ഇതേപോലെ തന്നെ നന്നായിട്ട് കഴിഞ്ഞു. ഇനിയിപ്പോൾ മല്ലിയിലയോ അല്ലെങ്കിൽ കുറച്ച് കറിവേപ്പിലയോ ഇട്ട് കഴിഞ്ഞാൽ സംഭവം മുട്ട ബുർജി റെഡി. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ മുട്ട ബുർജി റെഡിയാണ്. നിങ്ങളതേപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യണേ. ഇതൊരു 3-4 പേർക്ക് സുഖമായിട്ട് സെർവ് ചെയ്യാൻ പറ്റും. ഓക്കെ, 3-4 പേർക്ക് കഴിക്കാൻ പറ്റുന്ന രീതിക്ക് ഉണ്ടാക്കിയതാണ്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, താങ്ക് യു.